അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിരിദല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടൊക്കെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് കാണുമ്പോൾ പറയാറുണ്ട്, ഉസ്താദേ നിങ്ങളുടെ ദിക്റിൻ്റെ മജ്ലിസിലും അല്ലാത്ത ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നവരാണ്. അതൊക്കെ വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്കൊക്കെ ബറക്കത്ത് തരട്ടെ. പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി പറയാനുള്ളത്, നമ്മുടെ ഈ ദിക്റിൽ നമ്മൾ ചൊല്ലുന്ന ദിക്ർ ഔറാദുകളുണ്ടല്ലോ, ഇതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നമ്മളൊക്കെ പണ്ട് യാസീൻ ഓതുന്നവരായിരുന്നു, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്കൊക്കെ ഓതുന്നവരായിരുന്നു. പലരും അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ മജ്ലിസ് മാത്രം കാണുന്നവരുണ്ട്. അത് പറ്റൂല. നമ്മുടെ ദിക്ർ ഔറാദുകളൊക്കെ ചൊല്ലുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായി ഓതുന്ന, നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഓതുന്ന യാസീൻ മുടക്കാൻ പാടില്ല, സൂറത്തുൽ മുൽക്ക് മുടക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓരോ നമസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയുള്ള പവിത്രമായ വളരെ ശ്രേഷ്ഠമായ ദിക്ർ ഔറാദുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ മജ്ലിസിലും പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് മാത്രമാക്കരുത് എന്ന് വളരെ ഗൗരവത്തോടെ സ്നേഹത്തോടെ എൻ്റെ ഉമ്മമാരിലേക്കും ഉപ്പമാരിലേക്കും ഒന്ന് ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് വിശുദ്ധ മുഹറം മാസത്തിൻ്റെ 20-ാമത്തെ രാവാണ്. നാളെ 20-ാമത്തെ പകലാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് 9-10 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധമായ സഫർ മാസത്തിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദ്വാരക്കും. അല്ലാഹു തആല നമ്മുടെ ഇരുത്തവും നമ്മൾ ചൊല്ലുന്ന ദിക്റും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠതയുള്ള 4 വാക്കുകളുണ്ട്. ഒന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 വാക്കുകളാണ് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്, മഹത്വമുള്ളത്. നമുക്ക് ആ ഒരു 4 ദിക്റുകൾ ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? ഒരുപാട് നേട്ടം ഇത് പറയുമ്പോൾ കിട്ടും. നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, കടങ്ങൾ മാറാൻ, നമുക്ക് അല്ലാഹുവിൻ്റെ ഒരുപാട് നിഅമത്തുകൾ കിട്ടാനൊക്കെ കാരണമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر നമ്മൾ ലോകത്ത് ചൊല്ലുന്ന എല്ലാ ദിക്ർ ഔറാദുകൾ അതൊക്കെ ഒരു തട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ, ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചു, മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വെച്ചു. ഒരു ഹദീസിൽ കാണാം, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒരു തട്ടിൽ വെച്ചു, മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ദിക്ർ മാത്രം വെച്ചാൽ ഏറ്റവും ഭാരമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. കാരണം അത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വവും പവറുമുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. പലപ്പോഴും നമ്മൾ ആ ദിക്ർ ചൊല്ലാൻ നമുക്ക് മടിയാണ്, അല്ലെങ്കിൽ നമുക്ക് ചൊല്ലാൻ താല്പര്യമില്ല. പക്ഷെ അങ്ങനെ ആവരുത്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ പറ്റിയ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ദിക്ർ ചൊല്ലി മരിക്കണമെന്ന് വലിയ ആഗ്രഹം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്ർ കുറച്ചു വട്ടം ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത് ഹസ്ബുനത്താണ്. ഹസ്ബുനത്ത് നമ്മൾ അതിനെപ്പറ്റി വിശദമായ ഒരു വീഡിയോ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഹസ്ബുനത്തുമായി ബന്ധപ്പെട്ട് എന്തായി ഹസ്ബുനത്ത് എന്ന് പറഞ്ഞാൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ആ ഒരു വാചകമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഒരുപാട് പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പല സമയങ്ങളിലായി പറഞ്ഞ ഒരു പുണ്യമായ ഒരു വാചകമാണിത്. അള്ളാഹുവിൻ്റെ എല്ലാ കാവലും എല്ലാവിധ നിഅമത്തും ബറക്കത്തും സലാമത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ, പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മാറാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹസ്ബുനത്ത് കുറച്ച് വട്ടം പറയാം. പറഞ്ഞു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ نعم المولى ونعم النصير حسبنا الله ونعم الوكيل 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 نعم المولى ونعم النصير. ഒരു പുണ്യമായ ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്. ഏത് ഗണത്തിലും നമുക്ക് പെടുത്താം. അള്ളാഹുവിൻ്റെ 2 ഇസ്മുകൾ, പ്രധാനപ്പെട്ട യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മുകൾ ചേർത്തിട്ട് അള്ളാഹുവിലേക്ക് പടച്ചവന്റെ റഹ്മത്തിനെ, കാരുണ്യത്തെ നമ്മൾ ചോദിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും
നമ്മുടെ ദുന്യാവിലെ ആഖിറത്തിലെ, ദുന്യാവിൽ തന്നെ ഒരുപാട് നമ്മുടെ കുടുംബം, നമ്മുടെ കച്ചവടം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, പിന്നെ നമ്മുടെ കടങ്ങൾ ഉണ്ടാകും, അത് പിന്നെ നമ്മുടെ രോഗങ്ങൾ, എല്ലാ കാര്യങ്ങളും സലാമത്താവാൻ, നന്നായി കിട്ടാൻ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള കാവലും സദാസമയം നമുക്കുണ്ടാവാൻ മഹത്തുക്കൾ പഠിപ്പിച്ച, എല്ലാ ദിവസവും പറഞ്ഞിരിക്കണമെന്ന് ഒരുപാട് മഹാന്മാര് നമുക്ക് വെറുതായി ചൊല്ലാൻ പറഞ്ഞു തന്ന ഒരു പുണ്യമായ ഒരു ദിക്ർ അല്ലെങ്കിൽ ഒരു ദുആയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞാൽ കിട്ടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ മാത്രമല്ല ഇതല്ലാത്ത സമയത്തും നിത്യമാക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ. പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. നമ്മളെല്ലാവരും ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടുണ്ടല്ലേ? ഷഹാദത്ത് കലിമ ഒരു മുസ്ലിം അല്ലാത്ത ഒരു സഹോദരൻ സഹോദരി അവർ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് അല്ലെ? ഇസ്ലാം കാര്യം 5 അതിലൊന്നാമത്തേത് ഷഹാദത്ത് കലിമയാണ്. നമ്മളൊക്കെ ഷഹാദത്ത് കലിമ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഷഹാദത്ത് കലിമ നമുക്കൊന്ന് പറഞ്ഞാലോ? അത് പറയുമ്പോൾ അതൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ഏറ്റവും ആദ്യം അവൻ്റെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഷഹാദത്ത് കലിമയാണ്. എന്താ ഈ ഷഹാദത്ത് കലിമ? അതിൻ്റെ അർത്ഥം എന്താണ്? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു മുസ്ലിമായ മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം.
മറ്റൊരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴും ഈ ഒരു വാചകമൊക്കെ പറഞ്ഞിട്ടാണ് കടന്നു വരിക. നമുക്കൊന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ ഒന്ന് പുതുക്കാൻ, നമ്മുടെ ഈമാൻ ഒന്ന് ഉറയ്ക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ആവർത്തിച്ചു പറയേണ്ട പുണ്യമായ ഷഹാദത്ത് കലിമ നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കട്ടെ. നമ്മൾ ചൊല്ലിയതിലും പറഞ്ഞതിലൊക്കെ ഒരുപാട് പോരായ്മകളും കുറവുകളും ശ്രദ്ധക്കുറവും അതുപോലെ തന്നെ തഖ്വയുടെ കുറവും ഒക്കെ ഉണ്ടാകാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതെല്ലാം പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്ർ ഔറാദുകൾക്ക് ഓരോന്നിനും ഓരോ മഹത്വമുണ്ട്. അത് മുഴുവനും റബ്ബ് തആല നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തീനൊക്കെ ഓതിയിട്ട് നമുക്ക് വിശാലമായിട്ട് ദുആ ചെയ്യാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ارحم والدينا كما ربونا صغارا. അർഹമുർറാഹിമീനായ കരുണയുള്ള റബ്ബേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് നാടുകളിൽ ഇരുന്ന് അല്ലാഹുവേ പുണ്യമായ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരെയും അല്ലാഹുവേ നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി കൂട്ടുകൂടിയും ഒറ്റക്കും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്, അബദ്ധങ്ങൾ പറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ തൗബയാണ്, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, വല്ലുപ്പ വല്ലുമ്മമാരുണ്ട്, മാമ മാമിമാരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരക്കുട്ടികൾ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ. റഹ്മാനെ, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, ബന്ധുമിത്രാദികൾ ആരെല്ലാം മരണപ്പെട്ടോ ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗപ്രവേശനം നൽകണേ, നസീബാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾ എല്ലാവരും നീ ഈമാൻ ഉള്ളവരാക്കണേ അല്ലാ, തഖ്വയുള്ളവരാക്കണേ അല്ലാ, ഇസ്തിഖാമത്തുള്ളവരാക്കണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ. നിന്നെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ, ഹറാമിനെ തൊട്ട് മാറാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, നീ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഫർളായ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മുത്ത് റസൂലിന്റെ ഒരുപാട് സുന്നത്തുകളുണ്ട്. അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളൊക്കെ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. റഹ്മാനെ, മരണം നീ ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങൾ കൂടുന്ന കാലമാണ്, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. റബ്ബേ, ഞങ്ങൾ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എപ്പോഴാണെങ്കിലും ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾ എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. എല്ലാ ദിവസവും ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ജീവിതത്തിൽ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങളാണ് കമന്റ് എഴുതുന്നത്. ഒരുപാട് പേര് ദുആ വസിയത്ത് നേരിട്ട് പറഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ചു പറഞ്ഞവരുണ്ട്. റഹ്മാനെ, എല്ലാവരെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ്, പേരും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പറഞ്ഞ് നിന്നോട് ദുആ ചെയ്യേണ്ട
അറിയേണ്ട ആവശ്യമില്ലെന്നറിയാം. നീ എല്ലാം അറിയുന്നവനാണ്. ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി തരണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി നീ തുറന്നു തരണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ പഠനം, അവരുടെ ജോലി എല്ലാത്തിലും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റബ്ബേ. വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാകുന്നില്ല ഉസ്താദെ, പ്രത്യേകം ദുആരക്കാൻ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും പറയുന്നുണ്ട്. റഹ്മാനെ, അവർക്കൊക്കെ ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അല്ലാഹുവേ, പടച്ച പ്രത്യേകിച്ച് ഞങ്ങളുടെ വാപ്പമാരുടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടം നീ ലാഭത്തിലാക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരു ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, കാക്കണേ അല്ലാ. അല്ലാഹുവേ, കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ പലരും ക്യാൻസർ രോഗം പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ മറ്റ് അസുഖങ്ങൾ, ചെറുതും വലുതുമായ അസുഖങ്ങൾ വന്ന് വീടുകളിൽ കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മുഹറം മാസത്തിന്റെ ഹക്ക് കൊണ്ട് റഹ്മാനെ, ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ഖബർ ജീവിതം, അല്ലാഹുവേ, ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച് ഖബറിലേക്ക് പോകാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പെൺകുട്ടികൾ, ഞങ്ങളുടെ മരുമക്കൾ, അവരൊക്കെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ സഹോദരിമാര്, ഞങ്ങളുടെ ഭാര്യമാര്, അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്. ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറയുന്നു എല്ലാവർക്കും നീ സലാമത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നിനക്ക് അനുസരിച്ച് ജീവിക്കാൻ, നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ, അവസാനം മുഅ്മിനായി മരിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. ഈ വരുന്ന വർഷം ഇനി ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അതിനുവേണ്ടി തയ്യാറാകുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് ആ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജ് ചെയ്തു വന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജുമ്മമാരുടെയും ഹജ്ജും ഉംറയും നീ സ്വീകരിക്കണേ അല്ലാ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്തായ റസൂലിനെ സ്വപ്നം കാണാൻ, ആ മുത്തു റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ, അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് പലവട്ടം ആ റൗള സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചോദിച്ചതും ഒരുപാട് കാര്യങ്ങൾ ഇനി ചോദിക്കാനുമുണ്ട്. എല്ലാം നീ ഞങ്ങൾക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകണേ അല്ലാ. എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. സഹോദരി സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെല്ലാവരും സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മജ്‌ലിസിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.